വെൽക്കം ബാക്ക് ടു എഡി ടെക്സ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പോലെ ടെക്ക് കണ്ടന്റ് അല്ല, എൻ്റെ യൂട്യൂബ് ഷോർട്സിൽ കുറേ ടെക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് വെറൈറ്റി പിടിക്കുകയാണ്. RTN എന്ന് പറഞ്ഞാൽ ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് കുറേ അറിയാം, ഫോണിൽ കുറേ കണ്ടിട്ടുണ്ട്. നമ്മളതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ യൂട്യൂബ് ഷോയിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് RTN ആയിട്ടൊന്നും ഇടുന്നില്ല. RTN വൈകാണ്ട് വരും, അതിൻ്റെ 3rd പാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാനാണെങ്കിൽ ഒരു വേൾഡ് ആലോചിച്ച് നോക്ക്. ഡൈനോസേഴ്സ് അല്ല, മാമത്തുകൾ നമ്മുടെ ഇവിടെ നടക്കുന്നത്. പിന്നെ വലിയ വലിയ ബേർഡുകൾ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പറന്നു പോലും, ഡയർ വുൾഫുകൾ ആൾക്കാരെ വേട്ടയാടിക്കൊല്ലും. ആ ഒരു വേൾഡ് ആലോചിച്ച് നോക്കിയേ. ഒരു ജുറാസിക് പാർക്കിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പോലെ തോന്നില്ലേ? അതൊന്നും ഇനി ഒരു മിത്തായിട്ട് വരാൻ പോകുന്നില്ല, അത് റിയൽ ആകുമ്പോഴാണ്. കൊളോസൽ ബയോസയൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇവർ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ്. ഡൈനോസറുകളൊക്കെ എന്തൊക്കെ പോയ പോലെയൊക്കെയാണ്, പക്ഷെ എന്നാലും അവർ തിരിച്ചു കൊണ്ടുവന്നു. ഡൈനോസറുകളെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഡൈനോസറുകൾ അത്ര ഉറപ്പില്ലെന്നേ ഉള്ളൂ. അതുങ്ങളെ കൊണ്ടുപോകാൻ വലിയ ഉറപ്പില്ല. പക്ഷേ മാമത്തുകളും ഡയർ വുൾഫുകളും സൈബീരിയൻ ടൈഗർ അതേപോലത്തെ ജീവികൾ, പക്ഷേ ആ ഒരു ടെറിട്ടറി ആ ഒരു ഏജിൽ ജീവിച്ചിരുന്ന മൃഗങ്ങൾ, നമ്മുടെ ഹോമോസാപ്പിയൻസ്, നമ്മൾ ഏർലി ഹ്യൂമൻസ് കൂടെ മാമത്തുകൾ ഉണ്ടായില്ലേ, ആ ഒരു സമയത്ത് ജീവിച്ചിരുന്നൊരു ഇവളെ തിരിച്ചുകൊണ്ടുള്ള പ്ലാനുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇത് കുറേ പേർക്ക് അറിയാം, എന്നാലും കുറേ പേർക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിന്ന് ഫുൾ ഹിസ്റ്ററി ഞാൻ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽ അറിയാം. പോയാ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഈ ഒരു തിരിച്ചുകൊണ്ടുവരാൻ, ഈ പഴയ ചത്തുപോയ എക്സ്റ്റൻ്റ് ആയ ആനിമലിനെയൊക്കെ തിരിച്ചുകൊണ്ടുവരാന്ന് പറഞ്ഞാൽ തന്നെ ആകെ ഇത് പോസിബിളായ ഒരു വഴിയേ ഉള്ളൂ: ഡി എക്സ്റ്റൻഷൻ. ക്ലോണിങ് എന്ന് പറഞ്ഞാൽ ജുറാസിക് പാർക്ക് കണ്ടവർക്കൊക്കെ ക്ലോണിങ് എന്ന് പറയും, പക്ഷെ അതല്ല. ക്ലോണിങ് നമ്മൾ അത്രക്കങ്ങ് ഇതായിട്ടില്ല. ക്ലോണിങ് ഉണ്ട്. ഡോളി എന്ന് പറഞ്ഞ ഷീപ്പിനെ പറ്റി അറിയാമല്ലോ, 8 കാലിയുടെ വല്ല ആ ഒരു സംഭവമുള്ള ഒരു ഷീപ്പ്. അപ്പോൾ ആ ഷീപ്പിനെ പോലെ ക്ലോണിങ് അത്ര ഇമ്പോസിബിളുള്ള പരിപാടിയൊന്നും അല്ല, പക്ഷേ ഡി എക്സ്റ്റൻഷനാണ് ഇത്രയും കൂടെ നമുക്ക് ഇപ്പം ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഡി എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു പഴയ ചത്തുപോയ മൃഗങ്ങളുടെ DNA അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അതിപ്പോൾ അതിൻ്റെ ക്ലോസസ്റ്റ് റിലേറ്റീവ്, ഇപ്പോൾ നമ്മുടെ മാമത്തുകളുടെ ക്രോസസ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ ഏഷ്യൻ എലിഫൻസാണ്. അതാണ് മാമത്തുകളുടെ ഇത്തിരി ക്ലോസ് റിലേറ്റീവ്സ്. ബാക്കിയെല്ലാം കണക്ഷനുള്ളതൊക്കെ ചത്തുപോയി. അപ്പോൾ ആ മാമത്തുകളുടെ DNA കുറച്ച് കിട്ടിയിട്ടുണ്ട്, അതെപ്പറ്റി കുറേ പേർക്കറിയാം. അപ്പോൾ ആ ഒരു DNA വൂളി മൈസിൽ കുത്തിവെച്ച കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ആ ഒരു വൂളി മൈസിൽ ആ ഒരു മാമത്തിൻ്റെ DNA കുത്തിവെച്ച ആ ഒരു അതേ ഒരു ഫീച്ചേഴ്സ് കൊടുത്തു മാമത്തുകളുടെ. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഫറൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു സീൻ നമ്മൾ കണ്ടതല്ലേ, കുറേ പേര് കണ്ടില്ലെങ്കിൽ ഇതാണ് സാധനം. കാണുമ്പോൾ ഇത്തിരി ക്യൂട്ടാണ്, പക്ഷേ ഇങ്ങനത്തെ ഒരു ജീവി ഭൂമി ജീവിച്ചിട്ടില്ല. ഇത് നമ്മൾ ആ ഒരു മാമത്തുകളെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. കംപ്ലീറ്റ്ലി ഹ്യൂമൻ മെയ്ഡ് സാധനമാണ്. ഇങ്ങനത്തെ ഒരു സാധനം ഭൂമിയിൽ ഉണ്ടായിട്ട് പോലും ഇല്ല. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ ഈ ഒരു ജീൻ എഡിറ്റിങ്, അതിനെ ജീൻ എഡിറ്റ് ചെയ്താണ് ഈ ഒരു വോളിയം മനസ്സിലുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെയാണ് ഈ ഡി എക്സ്റ്റൻഷൻ. ഇപ്പോൾ ക്ലോസസ് റിലേറ്റീവിൽ ആ ഒരു ചത്തുമൃഗത്തിൽ DNA ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ജീൻ എഡിറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയിടുക, അതാണ് ഒരു സംഭവം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജുറാസിക് പാർക്ക് സിനിമയിലാണ് ഈ ചത്തുപോയ മൃഗങ്ങൾ തിരിച്ചുകൊണ്ടുവന്നേ കണ്ടത്. പക്ഷേ ഇതിപ്പോൾ റിയൽ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, അത് നമ്മുടെ വേൾഡിൽ. ഡയർ വുൾഫിനെ പറ്റി ഇവരെപ്പെട്ട എല്ലാവർക്കും അറിയാം. ഡയർ വുൾഫിനെ മനുഷ്യൻ തിരിച്ചുകൊണ്ടുവന്ന കാര്യം എല്ലാം അറിയാം. അപ്പോൾ ഇവരിപ്പോൾ ടാസ്മേനിയൻ ടൈഗർ, മനുഷ്യ കാരണം ഇല്ലാണ്ടായൊരു മൃഗമാണത്. അവസാനമായിട്ട് ഉള്ള ടാസ്മേനിയൻ ടൈഗർ ഒരു ഫോട്ടോ ഇതുണ്ട്, കണ്ടിരിക്കാൻ പറ്റില്ല, ഭയങ്കര സ്പെഷ്യലുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. പിന്നെ ഡോഡോ ബേർഡ്സ്, കുറേ പേർക്കറിയാം മനുഷ്യർ കാരണം ഇല്ലാണ്ടായതാ. കുറേ പേര് ചോദിക്കണം അതുങ്ങൾക്ക് ബുദ്ധി ഇല്ലാണ്ട് ചത്തുപോയിരുന്നു. അല്ലല്ല, മനുഷ്യർ നശിപ്പിച്ചാണ് അതിനെ. അതുങ്ങളുടെ തീവിലോട്ട് നമ്മൾ എന്ന് അതിനെ കൊന്നതാണ്. അങ്ങനെ പാസഞ്ചർ പിജൻ പറഞ്ഞു പോയാൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ മാമത്തുകളെയൊക്കെ തിരിച്ചുകൊണ്ടിരാൻ വേണം. മാമത്തുകൾ ചാങ്ങുള്ള കാരണം നമ്മൾ മനുഷ്യരുടെ കയ്യിലുണ്ട്. പഴയ ഹ്യൂമൻസ് മാമത്തുകളിൽ നല്ല ആ ഒരു തൊലിയിലൊക്കെ ഒരു ഉടുപ്പൊക്കെ ഉണ്ടാക്കാം, അതിന് നല്ല മീറ്റുമാണ്. അപ്പോൾ നമ്മളല്ല, വേറെ കുറേ മൃഗങ്ങൾ അതിനെ വേട്ടയാടി കൊന്നു. അങ്ങനെയൊക്കെയാണ് മാമത്തുകൾ മരിച്ചു പോയത്. അപ്പോൾ നമുക്ക് ഈ ഡയർ വുൾഫിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടവർക്ക് അറിയാം ഇതെന്താ ഐറ്റം. അതിനകത്ത് ഗെയിം ഓഫ് ത്രോൺസിൽ ഡയർ വുൾഫിനെ കാണിക്കുന്നുണ്ട്. 12,500 ഇയേഴ്സിൽ ജീവിച്ചിരുന്നൊരു മൃഗമാണ് ഡയർ വുൾഫുകൾ. അവരെന്ന് പറഞ്ഞാൽ 6 അടി പൊക്കം വരെ ഒരു കുറുക്കനാണ് ഡയർ വുൾഫുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുങ്ങളെയാണ് 2025 ഏപ്രിലിൽ 3 പപ്പികൾ തിരിച്ചു വിടുന്ന ന്യൂസ് അവർ പുറത്തുവിട്ടു. ചിലപ്പോൾ അതിന് മുമ്പ് ഈ സാധനം വന്ന് കാണാം, പക്ഷെ അവർ ന്യൂസ് പുറത്തുവിട്ട് അപ്പോഴായിരിക്കും മിക്കവാറും.
പിന്നെ നമ്മുടെ മാമത്തുകൾ നമ്മുടെ ഭൂമിയിൽ വലിയ റോളും കൂടെ ചെയ്തായിരുന്നു. എന്ന് വെച്ചാൽ പറഞ്ഞാൽ നമ്മുടെ മാമത്തുകൾ എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്കയുടെ ആ ഒരു ഏരിയയിലേക്ക് മരങ്ങളും ചെടികളൊക്കെ ഇടിച്ചിടും. അപ്പോൾ അങ്ങനെ അവിടെ അറ്റ്മോസ്ഫിയറൊക്കെ ഒരു ഫ്രോസൺ ആയിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് അന്ന് അങ്ങനെ അന്റാർട്ടിക്ക ഒന്നും മെൽറ്റ് ആവില്ല. അതൊരു മാമത്തിൻ്റെ ഒരു വലിയ പ്ലസ് പോയിൻ്റ് ആയിരുന്നു. ഈയിടെയായിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പറഞ്ഞൊരു നമ്മൾ കൊളോസൽ ബൈൻസിൽ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് കുറേ നാളായി, നമ്മളെ ഇപ്പോൾ അറിയിച്ചതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറയും ഇപ്പോൾ വേറെ കുറേ ജീവികൾ തിരിച്ചുകൊണ്ടെന്നാണ്, പക്ഷേ നമ്മളറിയാൻ കുറച്ച് വൈകാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ ഇനി ഡയറോൾ ഫ്ലോട്ട് കറക്കുകയാണെങ്കിൽ 3 ഡയറോൾ ഫ്ലോട്ടാണ് തിരിച്ചുകൊണ്ടുവന്നത്. അതിൻ്റെ പേര് റോമുലസ്, റെമസ്, കലേസി. അതിനകത്ത് ഒരെണ്ണം പെണ്ണായിരുന്നു. അവർ കലേസി എന്ന് പറഞ്ഞൊരു ഇത് പെണ്ണായിരുന്നു. അപ്പോൾ കുറേ പേരുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഈ വീഡിയോയുടെ തമ്പനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഡൈനോസറുകളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും? പറ്റില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈനോസറുകളുടെ ആ ഒരു ടൈപ്പ് ജീവികളെ തിരിച്ചു കൊണ്ടുവരാൻ ഡൈനോസേഴ്സ് പോയതാണ്. ഫോർ എക്സാമ്പിൾ വൂളി മാമത്തിനെ, ഡോഡോ ബേർഡിനെ, ടാസ്മേനിയൻ ടൈഗറിനെ, ജയൻറ്റ് മോവനെയൊക്കെ എന്തിനാ തിരിച്ചു കൊണ്ടുവരിക എന്നറിയും. കാരണം ഇതുങ്ങൾ ജീവിച്ചിരുന്നത് നമ്മളിപ്പോൾ ജീവിച്ച ഭൂമിയായിട്ട് ഒരു വ്യത്യാസമൊന്നുമില്ല. ഏതുണ്ടാക്കിയ സെയിം ആയിരുന്നു. ടെറിട്ടറി അങ്ങനത്തെ ഒരു പീരീഡിലാണ് നമ്മൾ ജീവിച്ചത്. നമ്മളും ഇവർ ഒരുമിച്ച് ജീവിച്ച ആൾക്കാരാണ് ഈ ഒരു സ്പീഷീസുകളൊക്കെ. അവരുടെ സ്ഥലത്ത് നമ്മൾ ഹ്യൂമൻസിൻ്റെ പൂർവികരുണ്ടായതാണ്. നമ്മളിവിടെ ഒരു സമയത്ത് ഭൂമി ഷെയർ ചെയ്തിരുന്ന ആൾക്കാരാണ് ഇവർ. പക്ഷെ നമ്മൾ സർവൈവ് ചെയ്തു മില്യൺസ് ഓഫ് ഇയർ എവല്യൂഷൻ കാരണം. അവർക്കത് കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ വൂളി മാമത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, ആ ഒരു അന്റാർട്ടിക്കയിലെ ആ ഒരു പരിപാടിയൊക്കെ. അതും പിന്നെ ടാസ്മേനിയൻ ടൈഗറിനും കുറേ അതിൻ്റേതായ ഒരു റോൾസ് ഉണ്ടായിരുന്നു. ജയൻറ്റ് മോവൻ ഉണ്ടായിരുന്നു. ഡോഡോ ബേർഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡിൽ പെർമനൻ്റ് ആയിട്ട് ഒരു പാരഡൈസ് പോലത്തെ ഐലൻഡ് ആയിരുന്നു. അത് പാരഡൈസ് പോലെ റിമെയിൻ രക്ഷപ്പെട്ടായിരുന്നു. നമ്മൾ ഹ്യൂമൻസ് ബ്രിട്ടീഷ് ആർമിയൊക്കെ അങ്ങോട്ട് ചെന്ന് നമ്മൾ പ്രെഡിറ്റേഴ്സിനെ അങ്ങോട്ടുണ്ടായി. അപ്പോൾ എന്ത് പറ്റി, ഈ ഡോഡോ ബേർഡ്സിനെ ഹണ്ട് ചെയ്ത് വീഴ്ത്തി അതിൻ്റെ സ്പീഷീസിനെ തന്നെ ഉണ്ടായിക്കളി. പിന്നെ അതിൻ്റെ ഡോഡോ ബേർഡ്സ് മരുന്നൊക്കെ ഉണ്ടാക്കാമെന്ന് അതിത് മനസ്സിലായപ്പോൾ നമ്മൾ അതിനെ പിന്നെയും വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെ വേട്ടയാടി ആ സ്പീഷീസ് തന്നെ ഇല്ലാണ്ടായി. കുറേ എന്തൊക്കെ ടാസ്മേനിയൻ ടൈഗർ, ഡോഡോ ബേർഡ്സ്, മാമത്തിലൊക്കെ നമ്മൾ കാരണം തന്നെ ഇല്ലാണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ സൈന്റിസ്റ്റുമാർ അവരെയൊക്കെ ആദ്യം കൊണ്ടുവരാൻ നിൽക്കണം. ഡൈനോസേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ലോകം പോയി. ഡൈനോസേഴ്സ് ജീവിച്ചിരുന്ന ലോകത്ത് ചെടികൾ പോലും ഇക്കാലത്തില്ല. ഡൈനോസേഴ്സ് ജീവിച്ചിരുന്ന കാലത്ത് പുല്ല് പോലും ഉണ്ടായിരുന്ന വിശ്വസിക്കും നിങ്ങൾ. അന്ന് ഡൈനോസേഴ്സിൻ്റെ ഭൂമിയിൽ പുല്ലുണ്ടായില്ല. മരങ്ങളും ചെടികളും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായുള്ളൂ. ഫേൺസൊക്കെ ആയിരുന്നു അന്ന് മെയിനായിട്ടുള്ള പ്ലാന്റ്സ്. ഡൈനോസറുടെ ലോകം നശിച്ചതാണ്. ഡൈനോസറുകളെ ഭൂമിയിൽ തന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞാണ്. പക്ഷേ ഈ മാമത്തുകളൊക്കെ നമ്മളെ ഇല്ലാണ്ടാക്കി കളഞ്ഞാണ്. അപ്പം നമ്മൾ ഡൈനോസറിനെ കൊണ്ടുവരാനേക്കാളും ഉത്തരവാദിത്തം അതിനെ കൊണ്ടുവരാൻ. ഡൈനോസറിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. മാമത്തിൻ്റെ നമ്മൾ ഓൾഡസ്റ്റ് DNA നമുക്ക് ഇതുവരെ കിട്ടിയുള്ളതെന്ന് പറഞ്ഞാൽ 1 മില്യൺ ഇയറാണ്. ലാസ്റ്റ് ഡൈനോസേഴ്സ് ഭൂമിയിലുണ്ടായെന്ന് പറഞ്ഞാൽ 65 മില്യൺ ഇയേഴ്സിലാണ്. അപ്പോൾ നമുക്കത് കിട്ടാൻ കുറച്ച് പാട്. ഡൈനോസർ DNA കിട്ടില്ല. DNA എന്ന് പറഞ്ഞാൽ നമ്മൾ ചാവുമ്പോൾ തന്നെ മരിക്കുമ്പോൾ തന്നെ അത് ഡീഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. ഇത്തിരി ആയിട്ട് പിന്നെ അത് ഉണ്ടാവില്ല. ഒരു 5 മില്യൺ ഇയേഴ്സൊക്കെ ആകുമ്പോൾ തന്നെ അതിൻ്റെ പൊടിപോലും കാണില്ല. എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് കത്തിക്കാനിട്ടിട്ട് അതിൻ്റെ ചാരം എടുത്തുകൊണ്ട് ലാസ്റ്റ് ചാപ്റ്റർ വായിക്കണവരിക്കും ഡൈനോസറുടെ DNA എടുത്ത് തിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഭയങ്കര പാടാണ്. DNA എന്ന് പറഞ്ഞാൽ തന്നെ പലയും ഭയങ്കര ഇൻഫിനിറ്റ് കോഡ്സ് അതൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഡൈനോസേഴ്സിൻ്റെ ഒറ്റ കോഡ് അതും കറക്റ്റ് ആവണം. ഒരെണ്ണം മാത്രം കിട്ടിയാൽ പോലെ ഫുള്ള് DNA സീക്വൻസ് തന്നെ കറക്റ്റ് ആവണം. പല ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു ഈ ലോകത്ത്. ഭയങ്കര പാട് വരാൻ. പക്ഷേ എന്നാലും നമ്മൾ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ചിക്കനോസോറസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ കുറേ പേര് കേട്ട് കാണും. ചിക്കനുകളെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് ഡൈനോസർ ആക്കി എടുക്കുന്നത് നമ്മുടെ ജുറാസിക് പാർക്കിലൊക്കെ സഹായിച്ച ഒരു ആൾക്കാരൊക്കെ തന്നെയാണ് അതിൻ്റെ പണിയിൽ. അപ്പോൾ ആ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ കുറേ സ്നൗട്ട് ഡൈനോസറിൻ്റെ സ്നൗട്ട് ഉണ്ടാക്കി അതിൻ്റെ കൈകളും വാലുകളും വരെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർ ഫുള്ള് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ക്ലോൺ ചെയ്യാൻ പാടില്ല. ഓക്കെ, തനിക്ക് തോക്ക് തരാം, പക്ഷേ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇല്ല സാർ. പിന്നെ എന്തിനാ സാർ തൂക്കിയിട്ടുണ്ട് നടക്കാനാണോ തോക്ക്? എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു, ക്ലോൺ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഡൈനോസേഴ്സിൻ്റെ കാര്യം ആകെപ്പാടൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. നമ്മൾ അതിനെപ്പറ്റി പറയണം. നമ്മൾ റീസെൻ്റ്ലി എക്സ്റ്റിങ്ക്റ്റ് ആയ ജീവികളെ തിരിച്ചു കൊണ്ടുവരികയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വൈകാട്ട് ചിലപ്പോൾ നമ്മുടെ മറ്റേ ജുറാസിക് പാർക്ക് ഫോളോയിങ് കിനേഴ്സിന് മറ്റേ പുള്ളിയൊക്കെ പറയൂലേ, വെൽക്കം ബാക്ക് ടു ജുറാസിക് പാർക്ക് ഈസ് എ ന്യൂ എറ എന്നൊക്കെ പറഞ്ഞ പോലെ ഡി എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു പെർമനൻറ്റ് കാര്യമല്ല ഈ ഒരു എറയിൽ. നമുക്ക് എന്തിനാണ് തിരിച്ചുകൊണ്ട് ഡയറോൾഫുൾ അതിനൊരു വലിയൊരു എക്സാമ്പിളാണ്. അതിന് വൂളി മാമത്ത്, ടാസ്മേനിയൻ ടൈഗർ, ഡോഡോബേർഡ് കുറേ ജീവികൾ ഇങ്ങനെ അങ്ങോട്ട് വരും. ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായതിനേക്ക് ഇനി ഭൂമി രണ്ടാമത് നടക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മനുഷ്യണ്ടാക്കി കൊടുക്കും.
കൊളോസൽ ബയോസൈഡ് ശ്രമിക്കുന്ന തന്നെ നമ്മൾ ഹ്യൂമൻസ് ഡിസ്ട്രക്ഷൻ മാത്രമല്ല ക്രിയേറ്റ് ചെയ്യാൻ അറിയാമെന്നാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ കുറേ നല്ലത് നടക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അതാണ് എനിക്ക് പറയുന്നത്. നിങ്ങളുടെ ഇതിനെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണ്? ഡൈനോസേഴ്സിന് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ എങ്ങനെയെങ്കിലൊക്കെ? മാമത്തുകൾ ഭൂമിയിൽ തിരിച്ചു വന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു ഇതൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ഒരു കണക്കിൽ ഇഷ്ടമുള്ള ഫ്രണ്ടുകൾക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് നമ്മുടെ ചാനൽ 500 സബ്സ്ക്രൈബറുകൾ ഈ വീഡിയോയുടെ സമയത്ത് ഇട്ടിട്ടുള്ള പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കേട്ടണം. ഞാൻ ഇത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിലെ വലിയ കേട്ടണം. നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെ എത്തിക്കണം നിങ്ങൾ. അപ്പോൾ അത്രയും പറയാനുള്ളൂ. ഇറ്റ്സ് മീ ആദർശ ഫ്രം ടെക്സ് സൈനിങ് ഔട്ട്.